ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഈസി ആയിട്ടുള്ളൊരു ലെമൺ പിക്കിളാണ്. അതായത് നമ്മുടെ സ്വന്തം നാരങ്ങാച്ചാറാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോമൺലി ഒട്ടുമിക്കവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, കാരണം നമ്മളെപ്പോഴും ഇടാറുള്ള അച്ചാറാണ് നാരങ്ങാച്ചാറും മാങ്ങാച്ചാറും ഒക്കെ. അപ്പോൾ എന്തായാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കൂടെ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയാണ് ലെമൺ പിക്കിൾ നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ലെമൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ അച്ചാറിടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന നാരങ്ങ നന്നായിട്ട് എന്താ പറയുക, യെല്ലോ കളറ് വന്നിട്ട് നല്ല പഴുത്തിട്ടുള്ള നാരങ്ങ എടുക്കണം എന്നാണ് പറയുക. അതല്ലെങ്കിൽ നല്ല കയ്പ്പ് ടേസ്റ്റ് വരും. പച്ച കളറൊക്കെ വന്നിട്ടുള്ള നാരങ്ങ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് വാങ്ങിച്ചപ്പോൾ കുറച്ച് ഒരു പച്ച പോലുള്ളൊരു നാരങ്ങയായിരുന്നു. അപ്പോൾ അതൊന്ന് വെച്ചിരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കളറ് മാറി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ നാശമായി പോവുക, കേടായി പോവുക അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഓരോ ഭാഗത്ത് ഇങ്ങനെ സ്കിന്ന് കളർ ഇങ്ങനെ മാറി വരുന്നേ ഉള്ളൂ. കുറച്ച് നാരങ്ങയുടെ കേട്ടോ, ബാക്കിയൊക്കെ ഇങ്ങനെ യെല്ലോ കളറായിട്ടാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും എടുക്കുമ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് യെല്ലോ കളറുള്ളത് തന്നെ എടുക്കുക കേട്ടോ. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് കളർ മാറിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതേ 1 കിലോ നാരങ്ങ നല്ല പോലെ കഴുകി എടുത്തതാണ്. ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത്, ഇതിനെ ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വാട്ടിയെടുക്കാം, അതല്ലെങ്കിൽ സ്റ്റീം ചെയ്തിട്ടെടുക്കാം, അതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പോലെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു പാത്രത്തിൽ ഇതുപോലെ കുറച്ചധികം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അച്ചാർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ ഉപ്പ് ചേർക്കുന്നതാണ്. അപ്പോഴാണ് അച്ചാർ ഇങ്ങനെ റെഡി ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉപ്പ് ഈ വെള്ളത്തിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ വെള്ളമുണ്ട് കേട്ടോ. ഇനി നമ്മളിത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കിലോ നാരങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നാരങ്ങ ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഒരു 6 മിനിറ്റ് അതല്ലെങ്കിൽ ഒരു 7 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് തന്നെ തിളപ്പിച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചതാണ് കേട്ടോ, കയ്യിലേക്ക് ആവി വന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു 6-7 മിനിറ്റോളം ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാരങ്ങ പൊട്ടി പോകാൻ പാടില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാനേ പാടുള്ളൂ. നമ്മൾ നാരങ്ങ അങ്ങനെ നമ്മൾ ജസ്റ്റ് പിടിക്കുമ്പോൾ ഒരു ഹാർഡ്നെസ് ഉണ്ടാവുമല്ലോ, അത് പോയിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരികയാണ് വേണ്ടത്. അല്ലാണ്ട് അത് പൊട്ടിപ്പോവാനൊന്നും പാടില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 7 മിനിറ്റ് കേട്ടോ, അത് അത്രയും മതിയാകും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 6-7 മിനിറ്റൊക്കെ മതിയാകും നമുക്കിത് തിളപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഇതിപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വെള്ളത്തിൽ നിന്നും മാറ്റിയിട്ടെടുക്കുകയാണ്. മുഴുവനായിട്ടും വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്തതിന് ശേഷം നമ്മളിത് നല്ല പോലെ തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അതായത് ഒട്ടും തന്നെ ചൂടില്ലാണ്ട് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ തണുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് തുടച്ചും കൂടെ എടുക്കുക കേട്ടോ. നാരങ്ങ ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ചും കൂടെ എടുക്കുക. അതിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, അതിന് നീരിങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ പോകും, ഒരുപാട് നനവൊക്കെ ഉണ്ടെങ്കിൽ. ഇനി നമ്മൾ നാരങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ നാരങ്ങയൊക്കെ ആണെങ്കിൽ 2ആയിട്ട് മുറിച്ചാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ 4 പാർട്ടായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സീഡ്, അതായത് കുരു ഒന്ന് ഒഴിവാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ നാരങ്ങാച്ചാറൊക്കെ ഇപ്പം കുറേ വെച്ചിരുന്നാൽ ആ ഒരു കയ്പ്പ് വരാനുള്ള ആ ഒരു ചാൻസൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടുള്ള നാരങ്ങ ഞാൻ കംപ്ലീറ്റ് ഒരു നാരങ്ങനെ 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. അതായത് ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്തിയിട്ട് നന്നായിട്ട് തന്നെ ഈ ലെമണിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. നമ്മളൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക. നമ്മൾ ആദ്യമേ ഒരുപാട് അങ്ങ് ഉപ്പ് ചേർക്കണ്ട. ആദ്യം നമ്മളിങ്ങനെ കുറേശ്ശെ ഓരോ പാർട്ടായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 3/4 ടേബിൾ സ്പൂണോളാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇത് ഞാനൊരു 2-3 മണിക്കൂർ ഇങ്ങനെ ഇതുപോലെ വെച്ചിരിക്കുകയാണ്. നമുക്ക് സമയം ഉണ്ടെങ്കിൽ തലേ ദിവസമൊക്കെ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും 2-3 മണിക്കൂറാണ് അതുപോലെ വെക്കുന്നത്. ഇതിലേക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പം ബാക്കിയുള്ളത് ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, പച്ചമുളകാണ്. ഇഞ്ചി നമ്മൾ ഒരു 2 ചെറിയ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുള്ളത് 15 വലിയ അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ. നമുക്കിവിടെ കിട്ടുന്ന വെളുത്തുള്ളി എല്ലാവർക്കും അറിയാമല്ലോ, വലിയ ഫ്ലേവറും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു 15 അല്ലിയോളം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെറുതെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. പിന്നെ ഞാനൊരു 4 പച്ചമുളകും കൂടിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതിന് മുന്നേ നമ്മൾ കട്ട് ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് വെക്കണം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ നാരങ്ങ നമ്മൾ 2-3 മണിക്കൂർ ഉപ്പൊക്കെ ചേർത്തിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം.
അപ്പോൾ നമുക്ക് സാധാരണ വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും അച്ചാർ ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെ നല്ലെണ്ണയിൽ വേണമെങ്കിലും അച്ചാർ ചെയ്യാം. ഞാനിപ്പോൾ എടുക്കുന്നത് നല്ലെണ്ണയിലാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3.5 മുതൽ 4 ടേബിൾ സ്പൂണോളം വരെ ഓയിൽ ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് നന്നായിട്ടൊന്ന് എല്ലാ കടുക് നേരം നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അച്ചാറിൽ കടുക് കഴിക്കുമ്പം ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കട്ട് ചെയ്തത്. ഇഞ്ചി നമ്മൾ കുറച്ചും കൂടെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. വെളുത്തുള്ളി നമുക്കിതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്താലും മതിയാകും. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് നമ്മളൊരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കുക. നമ്മൾ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ജസ്റ്റ് ഒന്ന് വാടി വരണം. പക്ഷേ കളർ ഒരുപാട് മാറി ബ്രൗൺ ആവാനൊന്നും വേണ്ടിയിട്ട് നിൽക്കണ്ട. ജസ്റ്റ് ഒന്നിങ്ങനെ കുഴഞ്ഞിട്ട് ഒന്ന് ക്രിസ്പി ആവുന്ന രീതിക്ക് ഒന്ന് ബ്രൗൺ കളറിലേക്ക് ഇങ്ങനെ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ, അത് മതി കേട്ടോ. ഒരുപാടങ്ങ് മൊരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത്രയൊരു ഇത് കിട്ടില്ല നമുക്കത് കഴിക്കുമ്പം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടി കിട്ടുന്നവരെ ഇതുപോലെ ഈ ഒരു ഓയിലിൽ നമ്മൾ നിർത്താതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് വാടി ഒരു ക്രിസ്പി ആവുന്ന ഒരു കണ്ടീഷൻ ആവുന്നവരെ നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയം നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുത്താലും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കറിവേപ്പില കൂടെ ചേർത്തിട്ട് വീണ്ടും ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമ്മളെ ചേർത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ ഒന്നിങ്ങനെ മൊരിഞ്ഞിട്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കണം. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്തിയാൽ മതി. അതല്ലെങ്കിൽ നമ്മൾ ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ചേർക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എരിവൊക്കെ വേണമെന്നുള്ളവർ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊന്നും ഒരുപാടൊന്നും എരിവ് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എരിവ് കുറച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പം അത്യാവശ്യം എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ടേബിൾ സ്പൂണിൽ 2 ടേബിൾ സ്പൂൺ നമ്മുടെ നോർമലായിട്ടുള്ള എരിവുള്ള മുളക് പൊടി ചേർക്കാം. ബാക്കി കാശ്മീരി മുളക് പൊടി ചേർത്തിയാലും മതി. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മൾ 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കാരണം ആ ഒരു പാത്രത്തിന് അത്യാവശ്യം ചൂടുണ്ടാവുമല്ലോ, അതിൽ തന്നെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. അതിന് ശേഷം നമ്മൾ വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷമാണ് ഇനി നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നമ്മൾ 2-3 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം. ഇനി അടുത്ത് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പൊടിച്ചെടുത്താൽ മതിയാകും. ഒരു 1/4 ടീസ്പൂണോളം ചേർക്കുക. അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടിയും നമ്മളൊരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നമ്മൾ ചേർക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് കൂടി കഴിഞ്ഞാൽ അച്ചാറിൽ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ആദ്യം വളരെ കുറച്ച് ചേർക്കുക. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ കായത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഉലുവയുടെ പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ അച്ചാറിന് വേണ്ടിയിട്ടുള്ള പുളിക്ക് വേണ്ടിയിട്ടുള്ള വിനീഗർ, അതായത് സുർക്ക നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ചേർക്കുന്നത് നാച്ചുറൽ വിനീഗർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചേർക്കുന്നത് ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് സുർക്ക നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു മിക്സായിട്ട് നല്ല പോലെ തന്നെ ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക. പുളി കുറവ് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 2-3 ടേബിൾ സ്പൂണോളം സുർക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കായത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറവ് തോന്നിയുകൊണ്ട് 2-3 നുള്ള് കായത്തിൻ്റെ പൊടി കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. ഈ ഒരു സമയമൊക്കെ നമ്മുടെ തീ നന്നായിട്ട് തന്നെ കുറച്ച് വെക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മളെടുത്തുള്ള നാരങ്ങയൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഞാനൊരു 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂട് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഉപ്പ് കുറവ് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഉപ്പും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ചേർക്കുന്ന സമയത്ത് ഇതിനകത്ത് നന്നായിട്ട് നീരൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടാവും ആ ഒരു ബൗളിൽ. അതും കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ അതിലേക്ക് നമ്മൾ ചേർക്കാൻ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഈ ഒരു ഗ്രേവി ആയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. വീണ്ടും നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക. കാരണം അച്ചാർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഉപ്പൊക്കെ നാരങ്ങയിലേക്ക് പിടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഉപ്പ് ചേർക്കണം. അപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളമായിരുന്നു ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ആ 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നാരങ്ങയൊക്കെ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് നമ്മുടെ അച്ചാറിൻ്റെ നീരൊക്കെ കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ടോട്ടൽ നമ്മൾ 1/2 കപ്പ് ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിയിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ആ ഒരു ടേസ്റ്റ് പുളിയുടെയും അതുപോലെ തന്നെ എരിവിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഷുഗർ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക.
ഇനി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അത് തിള വരുന്നുണ്ട് കാണുന്നുണ്ടല്ലോ, ഒരുപാട് ഇങ്ങനെ കിടന്ന് തിളക്കൊന്നും വേണ്ട, ചെറുതായിട്ട് ഇങ്ങനെ തിള വരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഞാനത് ഫൈനലായിട്ട് 2 പിഞ്ചും കൂടെ ഉലുവയുടെ പൊടി ചേർത്തിയിട്ടുണ്ട് കേട്ടോ. ഉലുവയുടെ പൊടി നമ്മളിങ്ങനെ ചൂടാക്കി പൊടിച്ചെടുത്താണ്, അപ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മളിത് ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നല്ല ക്ലീനായിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി ഉണക്കി തുടച്ചെടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഇത് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ പിക്കിൾ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്